ബാംഗ്ലൂരുള്ള മലയാളികൾ ഇപ്പൊ തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. കാരണം കേരളത്തിൽ നിന്ന് ഞാൻ വണ്ടി ഓടിച്ച് ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മന്തി കഴിക്കാൻ വേണ്ടി മാത്രമാണ്. ഫൈനലി നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട മന്തി സ്പോട്ടായ അറേബ്യൻ പാലസ് നമ്മുടെ ബാംഗ്ലൂരും വന്നേക്കാണ്. മൊത്തം 3 ഫ്ലോറാണുള്ളത്. ആദ്യത്തെ 2 ഫ്ലോറിൽ പ്രീമിയം ഡൈനിങ് സ്പേസും ഔട്ട്ഡോർ ഡൈനിങ്ങും, 3ാമത്തെ ഫ്ലോറിൽ പാർട്ടീസും മീറ്റിംഗ്സും ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 5 ടൈപ്പ് അൽഫാം ഉണ്ട്, 5 ടൈപ്പ് ഷവായ ഉണ്ട്. ഇതൊന്നും കൂടാതെ സ്പെഷ്യൽ ആയിട്ട് ഒരു മന്തി പ്ലാറ്റർ ഉണ്ട്. ഒരു മന്തി ലവറിന് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് അല്ലേ? അറേബ്യൻ പാലസിലെ സ്പൈസി മന്തിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ. എന്നാൽ ബാംഗ്ലൂർക്ക് വേണ്ടിയിട്ട് സ്പൈസി മന്തിയുടെ നെക്സ്റ്റ് വേർഷൻ ഒരു ഇറക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ബാംഗ്ലൂരിലത്തെ മലയാളികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് മട്ടനിൽ ഒരു ഐറ്റം ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് നോക്കി നോക്കാം. ഇവിടുത്തെ മട്ടനൊക്കെ എത്ര സോഫ്റ്റ് ആണ് നിങ്ങൾ നോക്കി നോക്കി. ആ മയണൈസും റൈസും ചട്നിയും മട്ടനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അറേബ്യൻ പാലസിന്റെ മന്തി റൈസിനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ആണല്ലേ. மகா மந்தி எப்படி இருக்கு? ரொம்ப நல்லா இருக்கு. ஆஃப் ரோட்கின் மகா உங்களை ஃப்ரெண்ட்ஸ்களுக்கு இது சஜஸ்ட் ചെയ്യുமா? ചെയ്യുമാ നല്ല ടേസ്റ്റാ ഇருக்கு. ഇതൊന്നും കൂടാതെ 3 കിലോ ഡെസേർട്സ് അവർ ഇറക്കിയിട്ടുണ്ട്. അതിൽ മാംഗോ ട്രസ്ലെച്ചേഴ്സ് ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇക്ക ഇത് നമ്മളെ എത്രാമത്തെ ബ്രാഞ്ചാ? 12ാമത്തെ ബ്രാഞ്ച്. ഇനി എത്ര ഓപ്പൺ ചെയ്യാനുണ്ട്? 2 മാസത്തിനുള്ളിൽ 4 ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യും. ബാംഗ്ലൂർ നമ്മൾ കത്തിക്കോ? തീർച്ചയായിട്ടും കത്തിക്കാം. അപ്പൊ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ കമ്മനഹള്ളിയിലാണ്. കമ്മിങ് 19th ഇവർ നെക്സ്റ്റ് ഔട്ട്ലെറ്റ് ബാംഗ്ലൂർ ജയ മഹലിൽ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.